ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണയിലാണ്. ഇവിടെ ഇന്നൊരു കടയുടെ ഉദ്ഘാടനമായിരുന്നു. കടയുടെ പേര് ഷൂസോ എന്നാണ്. ഇവിടെ വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ട്. രാത്രി സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ അടിപൊളി സ്റ്റേജ് ഷോയും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. മ്യൂസിക്കൽ ഇവന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി പ്രോഗ്രാമാണ്. ധാരാളം ജനങ്ങൾ അതായത് തടിച്ചു കൂടിയിട്ടുണ്ട്. പാട്ട് കേൾക്കുവാനും അതിനൊത്ത് നൃത്തം ചെയ്യുവാനും ഒക്കെ നല്ല ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ധാരാളം, അതായത് സ്ത്രീകളും കുട്ടികളും എല്ലാം ഫാമിലിയായിട്ടൊക്കെ തന്നെ ഇവിടെ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഈ കട വലിയ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. അതായത് ഷൂവിൻ്റെയും ചെരുപ്പിൻ്റെയും അതുപോലെ ബെൽറ്റ്, അതുപോലെ ബാഗുകൾ, പേഴ്സുകൾ, അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ശേഖരം നിര ഇവിടെ നമുക്കുണ്ട്. ഏതായാലും ഈ കാണികളെ കൊണ്ട് ഇവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ആ കടയിൽ ചെന്നു. ഞാനും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നോക്കി. എനിക്കിഷ്ടപ്പെട്ട കുറേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഞാനൊന്ന് നോക്കുകയാണ് എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ. ഏതായാലും എനിക്കിഷ്ടപ്പെട്ട ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെയാണ്. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ പരീക്ഷിച്ചു, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുമൊക്കെ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് വന്ന് ചെരുപ്പൊക്കെ നോക്കി ഇങ്ങനെ വന്നപ്പോൾ ഷൂവിൻ്റെയാണ് ഈ കട മെയിനായിട്ടും. അപ്പോൾ ഇവിടെ അതിൻ്റെ വലിയ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഷൂ ഇങ്ങനെ മേടിക്കുവാനായിട്ടൊക്കെ ധാരാളം കടയ്ക്കുള്ളിൽ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ആയിട്ടൊക്കെ ഉണ്ട്, പിന്നെ ഓരോരുത്തർ പേഴ്സണലായിട്ടൊക്കെ വന്ന് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നൊക്കെ ഓഫറുകളൊക്കെ ഉണ്ട്, കാരണം ഉദ്ഘാടനമായതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഏതായാലും ഇവിടെ ആൾക്കാർ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ. ഞാനിപ്പോൾ നോക്കുന്ന ബെൽറ്റ് ഒക്കെ നോക്കുകയാണ്, കാരണം എനിക്ക് ബെൽറ്റ് വേണം. അപ്പം ഞാനൊരു ബെൽറ്റൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി. അപ്പോൾ എനിക്ക് വേണ്ടത് പേഴ്സും അതുപോലെ തന്നെ ബെൽറ്റുമായിരുന്നു. ഞാനത് വാങ്ങി. പിന്നെ ഷൂസൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം പോകുമ്പോൾ ഇനി അതൊക്കെ വാങ്ങണം. പിന്നെ അതുപോലെ സൺഗ്ലാസ് ഞാൻ ഒരെണ്ണം വാങ്ങുന്നുണ്ട്. ഏതായാലും അത് എനിക്കിഷ്ടപ്പെട്ടു. അതായത് അടിപൊളി സംഭവങ്ങളൊക്കെയാണ്. കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ നമുക്ക് നോക്കിയെടുക്കാം, കാരണം കടയ്ക്ക് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ പോയിട്ട് നോക്കി നമുക്ക് ആവശ്യമുള്ള ഷൂവ്, ചെരുപ്പ്, ബാഗ്, പേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, ബെൽറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് നോക്കിയെടുക്കാം. കണ്ടോ, പലതരത്തിലുള്ള ഷൂസുകളൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പം നമുക്ക് ആരും നമ്മളെ സഹായിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അതേ പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലെ പൈസ അനുസരിച്ച് നമുക്കത് നോക്കിയിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കളറിലുള്ള ഷൂസും കാര്യങ്ങളൊക്കെ. മറ്റേത് സാറിന് നമ്മൾ മിക്കവാറും കാണുന്നത് ബ്ലാക്ക് ടൈപ്പിലുള്ള ഷൂസൊക്കെയാണ് മെയിനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ അങ്ങനെയൊക്കെയുള്ള ഷൂസ്. ഇവിടെ അങ്ങനെയല്ല, എല്ലാ കളറിലുള്ള ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ബൂട്ട്സ് ഒക്കെ, അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ചെരുപ്പുകൾ, അതാണ് രസമുള്ളത്. ലേഡീസിൻ്റെ ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട്. അങ്ങനെ അതിൻ്റെയൊക്കെ തന്നെ ഒരു വലിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കിതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, അടുക്കി വെച്ചിരിക്കുക. നമുക്കിങ്ങനെ കയറി നോക്കി ഏതാ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇഞ്ച് അനുസരിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും കാലിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് നമുക്കത് നോക്കിയെടുക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ ഒപ്പം കുറേ ഫാമിലീസും ഒക്കെ വന്നിട്ട് നമ്മുടെ കൂടെ നിന്നൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ വലിയ ആകാംക്ഷയിലാണ്. പുതിയ കടയൊക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ കയറി വന്നിട്ട് നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം ആൾക്കാർ, അവർ നോക്കുന്നത് ഷൂസാണ് കേട്ടോ. ഈ കുട്ടികൾ, ചെറുപ്പക്കാർ നോക്കുന്നത്, യൂത്ത് അവർ നോക്കുന്നത് ഈ പറഞ്ഞ കണക്ക് ചെരുപ്പിനേക്കാളും കൂടുതൽ അവർ നോക്കുന്നത് ഷൂസാണ്. അവർക്ക് അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെയും ഞാൻ വീണ്ടും ഞാൻ നമുക്ക് ആവശ്യമുള്ള കൂളിംഗ് ഗ്ലാസ്, അതാണ് എനിക്ക് വീണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വീണ്ടും വന്ന് മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മനസ്സിനിണങ്ങിയത് ഏതാണെന്ന് വെച്ചാൽ ഏതായാലും ഞാനത് എടുത്തു. എനിക്കിഷ്ടപ്പെട്ടത് കൊണ്ട് ഞാനത് ഒരെണ്ണം എടുത്തു. പിന്നെ അതുപോലെ തന്നെ അത് ഒത്തിരി പേര് വന്ന് ഇതുപോലെ വന്ന് മേടിച്ചിട്ട്, ഇത് ബില്ലിംഗ് സെക്ഷനാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ബില്ല് പേ ചെയ്യുന്നു. നമുക്ക് സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ഇതുപോലെ ധാരാളം ആൾക്കാർ വന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇവിടെ വന്നിട്ട് ബില്ല് പേ ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി മേടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം ഞാനും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് പേ ഒക്കെ ചെയ്ത്
അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മേടിച്ച് നമ്മളും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വ്ളോഗ് കണ്ട നമ്മുടെ ഫോളോവേഴ്സൊക്കെ കുറേ പേരെ നമുക്ക് അവിടെ വെച്ച് പരിചയപ്പെടാനൊക്കെ സാധിച്ചു. നമ്മൾ അവരുമായിട്ടൊക്കെ കുറേ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ അവരുമായിട്ടൊക്കെ നല്ല സൗഹൃദമൊക്കെ ഒന്ന് പുതുക്കി. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഞങ്ങൾ ആ മ്യൂസിക് പ്രോഗ്രാം കാണുകയാണ്. കാരണം നല്ല തകർത്തടിച്ച് നല്ല പിള്ളേരിട്ട് നല്ല അടിപൊളി പ്രോഗ്രാമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈവനിങ് അടിപൊളിയായിരുന്നു. കാരണം കളർഫുള്ള് ആ പാട്ടിനൊപ്പം നല്ല ലൈറ്റിങ്ങും ഒക്കെ വന്നപ്പോൾ ആ നല്ല മനോഹരമായ ഈണത്തോടു കൂടിയുള്ള ആ പാട്ടുമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നോക്കിക്കേ എത്ര ആൾക്കാരാണ് വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നത് നോക്കിക്കേ. അതാണ് അതിൻ്റെ അവരെ ആ കാണികളെ പിടിച്ചു നിർത്താനുള്ള കഴിവൊക്കെ ആ പിള്ളേർക്ക് നല്ല പാട്ടുകാർക്കൊക്കെ നല്ല അതിനുള്ള എനർജി, അതാണ് എനർജറ്റിക്കായിട്ട് അവർ നല്ല പ്രോഗ്രാം കണ്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയും നേരം നിന്നിട്ട് എത്രയോ നേരത്തെ പ്രോഗ്രാംസാണ്. ആ നൈറ്റ് ഫുൾ അത്രയും ടൈം ആ ആളുകൾ അവിടെ നിന്ന് മാറിപ്പോകാതെ അവിടെ തന്നെ നിന്ന് ആ പിള്ളേരുടെ പ്രോഗ്രാംസ് ആസ്വദിക്കുകയാണ്. ഞങ്ങൾ കുറേ ടൈം അവിടെ നിന്നത് ആസ്വദിച്ചു. കാരണം എന്താ വെച്ചാൽ ഒരു വല്ലാത്ത ഒരു ഫീലാണ്. മ്യൂസിക് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മനസ്സിന് നമുക്ക് കുളിർമ കിട്ടുന്ന സന്തോഷം കിട്ടുന്ന ഒന്നാണല്ലോ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളും ആ മ്യൂസിക് കുറേ ആസ്വദിച്ചു. അപ്പോൾ എന്നെപ്പോലെ തന്നെ എല്ലാവരും മ്യൂസിക് ഇഷ്ടമില്ലാത്തവർ ഇന്ന് ഈ ലോകത്തിൽ ആരും ഉണ്ടെന്ന് തോന്നില്ല. കാരണം മനസ്സിൻ്റെ ആ ഭാരം കുറയ്ക്കുക, റിലാക്സേഷൻ കിട്ടുക, നല്ല ഒരു ഫീല് തരുന്ന ഒരു സംഭവമാണ് നല്ല പാട്ട് കേൾക്കുക എന്ന് പറയുന്നത്. അത് എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. ഞാനും വളരെ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടുമെന്നല്ലാതെ എനിക്കങ്ങനെ പാട്ടിനോടൊക്കെ ഒരു ഇതില്ല. എന്നാലും ഞാൻ പാട്ട് ആസ്വദിക്കും. എനിക്ക് പാട്ടെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഗാനമേള അങ്ങനെയുള്ള ഇതുപോലുള്ള ടി വി പ്രോഗ്രാംസ് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഞാൻ കാണും. പിന്നെ ലൈവായിട്ടുള്ള പ്രോഗ്രാം ഇതുപോലെയൊക്കെ ലൈവായിട്ട് എവിടെയെങ്കിലും ഒക്കെ പ്രോഗ്രാം കണ്ടാൽ ഞാനത് വണ്ടി നിർത്തിയിട്ടതൊക്കെ ഒന്ന് കാണാറുണ്ട്. അതുപോലെ ഇന്ന് ഞാൻ ഇങ്ങനെ പോകുന്നപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലൊരു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. അതായത് ഇവിടെ നല്ല ഒരു പ്രോഗ്രാമുണ്ട്, ഒരു പുതിയ കടയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ വ്ളോഗ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു കടയാണ്. അപ്പോൾ നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ പുള്ളി അദ്ദേഹം ക്ഷണിച്ചതനുസരിച്ച് ഞങ്ങളിവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മുടെ വ്ളോഗിലേക്കുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളും ആ പാട്ടിനൊക്കെ നൃത്തം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആസ്വദിക്കുകയാണ്. ഇന്നത്തെ സായാഹ്നം ഞങ്ങളും അവരുടെ ആ ഉദ്ഘാടന വേളയിൽ ഞങ്ങളും പങ്കുചേർന്നു. ഞങ്ങളും വളരെ ഹാപ്പിയാണ്. എന്നെ പോലെ തന്നെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും സന്തോഷത്താൽ മതിമറന്ന് ആഹ്ലാദത്താൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല നല്ല വെറൈറ്റി പാട്ടുകളാണ് ഈ ചെറുപ്പക്കാർ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് പ്രേക്ഷകർ കണ്ടോ ആ പാട്ട് പാടുന്ന ആ ആള് വന്നിട്ട് പ്രേക്ഷകരുടെ ആ മൈൻഡ് അറിഞ്ഞിട്ടാണ് അവൻ അടുത്ത പാട്ടിലേക്ക് കിടക്കുന്നത്. അങ്ങനെ ജനഹൃദയങ്ങളെ മനസ്സിലാക്കി അവരുടെ ഹൃദയത്തുടുപ്പുകളെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ അവരുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അവർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും അത് എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും വളരെ ആകാംക്ഷയോടെ അത് കേട്ട് ആസ്വദിക്കുന്ന. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഫാമിലി അകത്തേക്ക് കടയ്ക്ക് ഉള്ളിലേക്ക് കയറി പോവുകയാണ് സാധനങ്ങൾ വാങ്ങാനായിട്ട്. അങ്ങനെയും ആളുകൾ വന്ന് കയറി സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ആ സാധനങ്ങൾ ഈ സമയം പർച്ചേസ് ചെയ്യാനായിട്ടും കയറുന്നുണ്ട്, പ്രോഗ്രാംസ് കാണാനുമായിട്ടും അവിടെ നിൽപ്പുണ്ട്. ഏതായാലും ഈ കട ഈ പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് ഒരു വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം ഷൂസ് വാങ്ങണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഷൂസോ എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണയിൽ ബൈപ്പാസിലാണ് കേട്ടോ, ബൈപ്പാസിലുള്ള കടയാണ്. പെരിന്തൽമണ്ണ ബൈപ്പാസിൻ്റെ തൊട്ട് ഇടത്ത് സൈഡിലാണ് ഈ കടയുള്ളത്. അപ്പോൾ എല്ലാവരും വരിക, നല്ല കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.